as the sun begins to rise, we lift our hearts to the skies. Jesus, you're our guiding light. Fill our day with love so bright. Morning devotion, we come in. Praise the Lord. Hallelujah. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തില് ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവൻ നിങ്ങളെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കുന്നത്. നമ്മൾ പലപ്പോഴും ആളുകളെല്ലാം നിലവിളിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവെ എന്നെ കൈവിടരുതേ, കർത്താവ് എന്നെ കൈവിടരുത്. കർത്താവ് പ്രോമിസ് ചെയ്തിരിക്കുക, കൈവിടത്തില്ല, ഉപേക്ഷിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ നിലവിളിക്കുന്നത്, കർത്താവ് എന്നെ കൈവിടരുതേ, ഉപേക്ഷിക്കുന്നത്. ഇവിടെ നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളൊരു വ്യക്തി നമ്മുടെ കൂടെ നടക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്നു, അവർ തെറ്റിദ്ധരിക്കുകയോ എന്തെങ്കിലും നമ്മളോട് ഒരു അകൽച്ചയൊക്കെ കാണിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത്, എന്നെ തെറ്റിദ്ധരിക്കരുത്, എന്നെ വിട്ട് മാറിപ്പോകരുത്, എന്നെ ഒറ്റയ്ക്ക് വിട്ട് കളയരുത്, എന്നെ കൂടെ നിൽക്കണം. പക്ഷെ നമ്മളോട് ഒരിക്കലും പറയത്തില്ലല്ലോ, എന്നെ കൈവിടരുത്, എന്നെ ഉപേക്ഷിക്കരുത്. ഇവിടെ ചിന്തിച്ചു നോക്കുകയെ, പഴയ നിയമത്തിൽ ദൈവം ഭക്തന്മാരുടെ മുമ്പിൽ വന്ന് അവരോട് മുഖാമുഖമായി സംസാരിച്ചു എന്നാണ്. പക്ഷെ പുതിയ നിയമത്തിൽ ദൈവം നമ്മിൽ വസിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. വചനം ഇങ്ങനെയാണ് ഇരിക്കുന്നത്, എന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ, നിന്റെ നാവിലും ഇരിക്കും. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കും. അവൻ നിങ്ങളിൽ വസിക്കുന്നതുകൊണ്ട് നിങ്ങൾ അവനെ അറിയും. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നത് ഒരു ടൈം പീരിയഡിനല്ല, ഫോർ എവറിന്, എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കും. അപ്പൊ പരിശുദ്ധാത്മാവ് നിങ്ങളിരിക്കും എന്നേക്കും. പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്തുവാണ്? നമ്മള് കൈവിടാത്തൊരു ദൈവത്തെ, ഉപേക്ഷിക്കാത്തൊരു ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിനപ്പുറമായി നമ്മൾ തിരിച്ചറിയണം, ഉപേക്ഷിക്കാൻ കഴിയാതെ, എന്നെ കൈവിടാൻ കഴിയാതെ എന്റെ ദൈവം എന്നിൽ വസിക്കുന്നു. ഇന്ന് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കുന്നു ഉയരത്തിൽ നിന്നല്ല, ഉള്ളിൽ നിന്നാണ്. അതെ, നിങ്ങളുടെ ഉള്ളിലാണ് സകലത്തിന്റെയും സൃഷ്ടിതാവായി ദൈവം വസിക്കുന്നത്. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, അവൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത് ഹരിസിനിയാണ്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് പകൽ ജീവിക്കാമോ? ദൈവം എന്നിലാണ് വസിക്കുന്നതുള്ള ബോധ്യത്തിൽ നിങ്ങളുടെ സ്റ്റെപ്പുകൾ എടുക്കാമോ? അനുഗ്രഹമായി തീരും. ഗാഡ് ബ്ലസ് യു. ആമേൻ.